ഉപദേശത്തിന്റെയോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ താല്പര്യമില്ല. കാരണം എല്ലാ മേഖലയിലും ഏത് മേഖലയാണോ ടീച്ചർ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ മേഖലയെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ അസാമാന്യമായിട്ടുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണ് ടീച്ചർ. ഏറ്റവും താഴെത്തട്ടിലുള്ള കൊച്ചു മക്കളെ, ആ മക്കളെ നമുക്ക് വീട്ടിൽ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മൾ രക്ഷിതാക്കൾ വലിയ പണിപ്പെടുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ 42 വർഷം എന്ന് പറയുമ്പോൾ ടീച്ചറുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല പ്രായത്തിൽ ചെറുപ്രായത്തിൽ തന്നെ അംഗൻവാടിയിൽ ടീച്ചറായി വന്ന ഒരാളാണ്. 42 വർഷം, 62 വയസ്സാണ് റിട്ടയർമെന്റ് കാലം. ടീച്ചർക്ക് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ 62 വയസ്സായിട്ടില്ല. അത് പിന്നെ പേപ്പറിൽ മാത്രമേ ഉള്ളൂ 62 വയസ്സ്. അപ്പൊ ഞാൻ ചോദിച്ച ടീച്ചറെ 62 വയസ്സിലാണോ റിട്ടയർ ആവുന്നതെന്ന് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞതാണ്. പക്ഷെ ടീച്ചറെ കണ്ടാലും ടീച്ചറെ പ്രവർത്തിച്ച് നോക്കിയാലും ഒരു 62 വയസ്സിന്റെ ഇത് നമുക്ക് തോന്നത്തില്ല. കാര്യം 2015-20 കാലഘട്ടത്തിലാണ് ഞാനൊരു ജനപ്രതിനിധിയായിട്ടുള്ള വരുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ഏതൊരു പരിപാടിക്കും അതുപോലെ അംഗൻവാടിയിലെ പരിപാടികളായാലും നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും എനർജറ്റിക് ആയിട്ട് ആ പരിപാടി സംഘടിപ്പിക്കുകയും അതിൽ ഓടി നടന്ന് കുട്ടികളോടൊപ്പം കളിക്കുകയും തിരിക്കുകയും അതോടൊപ്പം അവർക്കൊക്കെ മുൻപരിചയമുള്ള ജനപ്രതിനിധികളാണ് രാജേന്ദ്രനും അതുപോലെ ദേവമാസാറൊക്കെ. അവരുടെയൊക്കെ പിന്നെ വളരെ ആക്റ്റീവായിട്ടാണ് ഓരോ കാര്യങ്ങളിലും പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ കണ്ണങ്കോടിന്റെ ജനപ്രതിനിധിയായി വരുന്ന ഘട്ടത്തിൽ, ആ ഘട്ടത്തിലാണ് കൊറോണ. ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങളിൽ സുശീല ചേച്ചിയെ മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. നമ്മൾ ആകെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഇതിനകത്ത് ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ജീവനക്കാരെല്ലാം പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. ആ ഘട്ടത്തിലും ഒരു ജനപ്രതിനിധിയെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന ഉത്തരവാദിത്വവും ശരിയായ രീതിയിൽ അവിടുത്തെ ആശാവർക്കർമാരോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ പൊതുസമൂഹത്തെ ആകെ കൂടെ നിർത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ ഒരു ജനപ്രതിനിധിയെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് തുടർന്നുള്ള പദ്ധതി രൂപീകരണ ഘട്ടത്തിലായാലും പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിലാണ് ആദ്യമായിട്ട് അച്ഛൻ പഠിക്കുന്നത്. അക്കാര്യം തന്നെ മാറി. ഇപ്പോൾ അംഗൻവാടിയിലാണ് കുട്ടികളെ അച്ഛൻ പഠിക്കുന്നത്. ഇവിടെ ഈ നടക്കുന്ന പരിപാടികൾ നടക്കുമ്പോൾ ഓരോ വാർഡിലും ഇന്ന വാർഡിൽ ഇന്ന യൂണിഫോം, അവിടെ കുടുംബശ്രീക്കാർ പങ്കെടുക്കണം, ഇത്ര ആളുകൾ പങ്കെടുക്കണം, അവർക്ക് പിന്നെ പ്രോത്സാഹനമായി ഇന്നത് കൊടുക്കണം. അപ്പം ആ രീതിയിലുള്ള എല്ലാ കാഴ്ചപ്പാടോടും കൂടിയാണ് നമ്മുടെ സുശീല ടീച്ചർ ഇടപെടുന്നത്. അപ്പം എനിക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് ട്യൂഷൻ എടുത്ത് അക്ഷരാഭ്യാസത്തിലൂടെ ആണ് ഒരു പരിചയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാനാണ് പറഞ്ഞത്. ചിലപ്പോൾ വാക്ക് സംസാരിക്കുവാൻ വാക്കുകളില്ലാത്ത ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. പ്രത്യേകം എല്ലാവരെയും ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ